നമസ്കാരം, പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ CPO സ്പെഷ്യൽ ടോപ്പിക്കിൽ എടുക്കാനായിട്ട് പോകുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമാണ്. അതായത് നമ്മുടെ BSI ആണ്. BSI എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ്സിൽ മുഴുവനായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ പരീക്ഷ വളരെ എടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഓരോ സെക്ഷനും കൃത്യമായിട്ട് അപ്പോൾ തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഓരോ കാര്യങ്ങളും ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. അത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു 1-2 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്ത് അതൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് നന്നായിട്ട് റിവിഷൻ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പരീക്ഷ ആകുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് എക്സാം എഴുതാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ BSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് അല്ലെ. എന്താണ്, ഭാരതീയ സാക്ഷ്യ അധിനിയമാണ്. ഇനി ഈ ഒരു BSI ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ് അല്ലെ. നമ്മുടെ BNS പറഞ്ഞ പോലെ തന്നെ ഒക്കെ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ BSI ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ്, അമിത് ഷാ ആണ് അല്ലെ. ആരാണ്, അമിത് ഷാ ആണ്. അപ്പൊ BSI ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അമിത് ഷാ ആണ്. ഇനി എന്നാണ് അത് ലോകസഭ പാസ്സാക്കുന്നത്, എന്നാണ് ലോകസഭ പാസ്സാക്കുന്നത്, 2023 ഡിസംബർ 20-നാണ് അല്ലെ. ഡിസംബർ 20-നാണ്. അതേ മറ്റേത് നമ്മൾ മുന്നേ പഠിച്ച അതേ സാധനം തന്നെ. അപ്പൊ ലോകസഭ എന്നാണ് പാസ്സാക്കുന്നത്, 2023 ഡിസംബർ 20-നാണ് എന്ത് ചെയ്യുന്നത്, ലോകസഭ പാസ്സാക്കുന്നത്. ഇനി അത് നേരെ രാജ്യസഭയിലോട്ട് പോകുന്നു, രാജ്യസഭയും പാസ്സാക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, രാജ്യസഭ പാസ്സാക്കുന്നുണ്ട് അല്ലെ. അതായത് ഡിസംബർ 21-ന് ആര് പാസ്സാക്കുന്നു, രാജ്യസഭ പാസ്സാക്കുന്നു. അങ്ങനെ പിന്നീട് അത് എങ്ങോട്ടേക്ക് പോകുന്നത്, രാഷ്ട്രപതിയുടെ കയ്യിലോട്ട് എത്തുന്നു. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, ഒരു 3-4 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡിസംബർ 25-ന് എന്ത് ചെയ്യുന്നു, അതങ്ങ് സൈൻ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഡിസംബർ 25-നാണ് ആര് സൈൻ ചെയ്യുന്നത്, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഓർഡറിൽ പഠിക്കുക. 20, 21, പിന്നെന്താണ്, 25-ആണ്. അപ്പോൾ ലോകസഭ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20-ഉം, രാജ്യസഭയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഡിസംബർ 21, രാഷ്ട്രപതി ആണെങ്കിൽ എന്നാണ്, ഡിസംബർ 25-ലെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആര് ഒപ്പുവെക്കുന്നത്, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അങ്ങനെ പിന്നീട് അത് ആ ഒരു നിയമം നിലവിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് അല്ലെ, ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്, 2024 ജൂലൈ 1-നാണ് അല്ലെ. 2023 ഡിസംബറിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം പിന്നീട് എന്നാണ്, 2024 2024 ജൂലൈ 1-നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ നിയമം നിലവിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, 2024 ജൂലൈ 1-നാണ്. ക്ലിയർ അല്ലേ. അപ്പൊ BSI ബില്ല് ആരാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്, അമിത് ഷായാണ്. ലോകസഭ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20, രാജ്യസഭ ഡിസംബർ 21, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഡിസംബർ 25. അതുപോലെ തന്നെ അത് നിലവിൽ വരുന്നത് എന്നാണ്, അത് 2024 ജൂലൈ 1-നാണ്. ഇനി നമുക്കറിയേണ്ടത് ഇതില് സെക്ഷനുകളുണ്ട്, അതുപോലെ തന്നെ ഭാഗങ്ങളുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, അധ്യായങ്ങളുണ്ട്. അതൊക്കെ എത്ര എണ്ണമാണെന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇതിലെ സെക്ഷനുകൾ അഥവാ വകുപ്പുകൾ എത്രണ്ണമുണ്ട്, നമ്മുടെ BSIയില് എത്രണ്ണാണ്, 170 വകുപ്പുകളാണ് അല്ലെ. അതായത് 170 സെക്ഷനുകളാണ് എന്തിലുള്ളത്, BSIയിലുള്ളത്. ഓക്കെ, എത്രയാണ്, 170. പഠിച്ചു വെച്ചേക്ക, ഇപ്പൊ തന്നെ പഠിക്കുക. 170 സെക്ഷനുകളാണ് എന്തിലുള്ളത്, BSIയിലുള്ളത്. ഭാഗങ്ങളാണെങ്കിലോ, ഭാഗങ്ങളൊന്നും അധികം ഉണ്ടാവില്ല അല്ലെ. 4 ഭാഗങ്ങൾ മാത്രമാണ് എന്തിലുള്ളത്, നമ്മുടെ BSIയിലുള്ളത്. അപ്പൊ 4 ഭാഗങ്ങളും 170 സെക്ഷനുകളും ചാപ്റ്റേഴ്സ് ചോദിച്ചാൽ അഥവാ അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 12 അധ്യായങ്ങളാണുള്ളത്. ഓക്കെ, എത്രയാണ്, 12 അധ്യായങ്ങളാണ് എന്തിലുള്ളത്, BSIയിലുള്ളത്. പഠിച്ചു വെച്ചേക്കണം. എത്ര വകുപ്പുകളാണ്, 170 വകുപ്പുകൾ. ഭാഗങ്ങളാണെങ്കിൽ 4 ഭാഗങ്ങൾ. ചാപ്റ്റേഴ്സ് അഥവാ അധ്യായങ്ങളാണെങ്കിലോ 12 അധ്യായങ്ങളാണ് നമ്മുടെ BSIയിലുള്ളത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളായിട്ട് എന്ത് ചെയ്യാം, പോകാം. അതിലെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 1 അല്ലെ. ചാപ്റ്റർ 1-ൽ പറയുന്നത് കുറച്ച് സെക്ഷനുകളാണ്. ഏതാണ്, സെക്ഷൻ 1. സെക്ഷൻ 1 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഷോർട്ട് ടൈറ്റിൽ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ആൻഡ് കമൻസ്മെന്റ് ഒക്കെയാണ്. അതായത് ഇതിന്റെ എന്താണ് നിയമം എന്നും ആ നിയമം എവിടേക്കാണ് ബാധകമായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, സെക്ഷൻ 1-ൽ വരുന്നത്. അപ്പൊ വകുപ്പ് 1-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ ഷോർട്ട് ടൈറ്റിലും അതിന്റെ ആപ്ലിക്കേഷൻ ആൻഡ് കമൻസ്മെന്റ് അല്ലെ. അതായത് അതെന്നാണ് നിലവിൽ വന്നതോ അല്ലെങ്കിൽ അതിന്റെ ചുരുക്കപ്പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 1-ൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ 1 പ്രകാരം ഇതെന്താണ്, ഈ ഒരു നിയമം എന്ന് പറയുന്നത്, ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്നാണ് അറിയപ്പെടുന്നത്.
ഓക്കെ, നമുക്കറിയാം 2023 ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്, ലോകസഭ പാസ്സാക്കുന്നതും രാജ്യസഭ പാസ്സാക്കുന്നതും രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതൊക്കെ. അപ്പൊ ഈ ഒരു നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇനി ഇത് എവിടേക്കാണ് ബാധകമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോടതികളിലും അല്ലെ, അതായത് കോർട്ട് മാർഷ്യൽ ഉൾപ്പെടെയുള്ള എല്ലാ കോടതി നടപടികളിലും എന്താണ്, അതായത് എല്ലാ ജുഡീഷ്യൽ നടപടികളിലും എന്താണ്, ഈ ഒരു BSA നിയമം ബാധകമാണ് അല്ലെ. അതായത് കോടതി എല്ലാ നിയമങ്ങളും, അതായത് ജുഡീഷ്യൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ്, ഈ ഒരു നിയമം ബാധകമാണ്. ഇനി എവിടെയോ 2 സ്ഥലങ്ങളിൽ ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതായത് എവിടെയാണ് ഇതൊരു ബാധകമല്ലാതായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കോടതിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസറുടെയോ ഒക്കെ മുന്നിൽ നമ്മളൊരു സത്യവാങ്മൂലം കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന്മേല് ഈ ഒരു നിയമം ബാധകമല്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മധ്യസ്ഥതന്റെ കീഴിൽ നടക്കുന്ന എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം കോടതിക്ക് പുറത്ത് വെച്ച് എന്ത് ചെയ്യും, ഒത്തുതീർപ്പാക്കാറുണ്ട് അല്ലെ. കോടതിക്ക് കയറാതെ കോടതിന്റെ പുറത്ത് വെച്ചിട്ട് മധ്യസ്ഥതന്റെ അല്ലെങ്കിൽ ആർബിട്രേയുടെ കീഴിൽ എന്ത് ചെയ്യും, അത് ഒത്തുതീർപ്പാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിൽ എന്ത് ബാധകമല്ല, ഈ ഒരു നിയമം ബാധകമല്ല. അപ്പൊ 2 കേസുകളാണ് ഓർത്തു വെച്ചേക്കണം. ഒന്ന് സത്യവാങ്മൂലം കൊടുക്കുന്ന കേസുകളിലും അതുപോലെ തന്നെ ഒരു മധ്യസ്ഥന്റെ കീഴിൽ നടക്കുന്ന നടപടികളിലും എന്ത് ബാധകമല്ല, ഈ ഒരു BSA നിയമം ബാധകമല്ല. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ 1 തന്നെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ഇതെന്നാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്, അതായത് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ ഇതെന്താണ്, പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും അല്ലെ, വരുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു ജൂലൈ 1 എന്ത് ചെയ്തത്, ഇത് മൊത്തം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 1 പറയുന്നത്. അതായത് ആ നിയമം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നു. എന്താണ്, ഇതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്ന് ഈ ഒരു ആക്ട് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് എല്ലാ സ്ഥലങ്ങളിലും ബാധകമാണെന്ന് പറഞ്ഞു. എല്ലാ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലും ഈ ഒരു നിയമം ബാധകമാണ്. അതുപോലെ തന്നെ ബാധകമല്ലാത്ത 2 കേസുകൾ പറഞ്ഞു. എവിടെയാണ്, ഒരു സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് അല്ലെങ്കിൽ മധ്യസ്ഥതന്റെ കീഴിൽ ഒരു നടപടിക്രമമാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്തല്ല, ഈ ഒരു നിയമം ബാധകമല്ല. അതുപോലെ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്, ഈ ഒരു കേന്ദ്ര സർക്കാർ ഗസറ്റ് വഴി എന്നാണ് അത് പരസ്യപ്പെടുത്തുന്നത്, ആ തീയതി മുതൽ എന്താണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ 1 പറയുന്നത്. ഉള്ളത് സെക്ഷൻ 2 കുറിച്ചിട്ടാണ്. സെക്ഷൻ 2 എന്തിനെ കുറിച്ചാ പറയുന്നത്, ഡെഫിനിഷനുകളെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് നിർവചനങ്ങൾ, ഈ ഒരു BSAയിലുള്ള നിർവചനങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ച BNS-ലാണെങ്കിലും ഏതിലാണ്, സെക്ഷൻ 2 തന്നെയാണ് ഡെഫിനിഷനുകളൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ നോക്കാം, അതായത് ഓരോ നിർവചനങ്ങൾ നോക്കാം. അവിടെ സെക്ഷൻ 2D എന്ന് പറയുമ്പോൾ 2-1D ആണ് കേട്ടോ, 1 ഇവിടെ വിട്ടതാണ്. അപ്പൊ സെക്ഷൻ 2-1D എന്തിനെ കുറിച്ച് പറയുന്നത്, ഡോക്യുമെന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 2-1D എന്തിനെ കുറിച്ച് പറയുന്നത്, ഡോക്യുമെന്റ് അഥവാ രേഖ എന്താണെന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സാധനം തന്നെയാണ്. അതായത് എന്തുമാകാം, ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്കത്തിലുള്ളതോ അക്ഷരത്തിലുള്ളതോ അല്ലെങ്കിലും എന്തെങ്കിലും അടയാളത്തിലുള്ളതോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും, അതിന് ഒരു ഇലക്ട്രോണിക് രൂപത്തിലുള്ളതാണെങ്കിലോ അല്ലെങ്കിലോ അതൊക്കെ എന്താണ്, രേഖകളാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണ്, ഒരു രേഖയാണ് അല്ലെ, അതൊരു ഡോക്യുമെന്റ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടിച്ചതായിട്ടുള്ളതോ അല്ലെങ്കിൽ ലിത്തോഗ്രാഫ് ചെയ്തതോ ഫോട്ടോഗ്രാഫ് ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ്, രേഖകളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഭൂപടമാണോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണോ തന്നിട്ടുള്ളത്, അതും എന്താണ്, ഇവിടെ നമ്മളൊരു നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇനി അതൊരു ലോഹത്തകിടിലുള്ളതാണോ അല്ലെങ്കിൽ ഒരു ശിലയിൽ ആലേഖനം ചെയ്തിട്ടുള്ളതാണോ അല്ലെ, എന്തെങ്കിലും അടയാളങ്ങളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലോഹത്തകിടിലുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ശിലയിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതും എന്താണ്, ഈ ഒരു നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ ഹാസ്യ ചിത്രങ്ങൾ അല്ലേ, നമുക്കറിയാം പത്രത്തിലൊക്കെ കാണാറുണ്ട്, ഹാസ്യ ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്, അതും ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇമെയിലുകളിലുള്ളതും അല്ലെങ്കിൽ അപ്പൊ സെർവർ ലോഗുകളിലോ കമ്പ്യൂട്ടറുകളിലോ നമ്മുടെ ഫോണുകളിലോ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഡോക്യുമെന്റുകൾ അഥവാ രേഖയിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയാണുള്ളത്. നമ്മുടെ സെക്ഷൻ 2-1D രേഖ അഥവാ ഡോക്യുമെന്റുകളെ കുറിച്ച് പറയുന്നത്. എന്തുമാകാം ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, അതായത് അക്ഷരത്തിലുള്ളതോ അക്കങ്ങളിലുള്ളതോ അടയാളങ്ങളിലുള്ളതോ ആയിട്ടുള്ള ഏത് കാര്യങ്ങളും അതിന് ഇലക്ട്രോണിക് രൂപത്തിലുള്ളതാണെങ്കിൽ പോലും അതെന്താണ്, രേഖയാണ്. അത് എഴുതപ്പെട്ടതാണെങ്കിലും അച്ചടിച്ചതാണെങ്കിലും നമ്മൾ പറഞ്ഞു ഭൂപടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ലോഹത്തകിടിൽ കൊടുത്തിട്ടുള്ളതാണെങ്കിലോ
അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹാസ്യ ചിത്രങ്ങളാണെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ കൊടുത്ത കാര്യങ്ങളാണെങ്കിലും അതും ഒക്കെ എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡോക്യുമെന്റുകളെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 21E. ഓക്കെ, ഏതാണ് 21E? 21E എന്തിനെ കുറിച്ച് പറയുന്നത്? എവിഡൻസ് അല്ലെ, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇ ആണ് എവിഡൻസ്. എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തെളിവാണ് അല്ലെ. തെളിവ്. ഏതൊരു കേസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? തെളിവ് വേണം. ഓക്കെ, അപ്പൊ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് സെക്ഷനിലാണ് തെളിവിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷൻ 2E. അപ്പൊ സെക്ഷൻ 21E എന്തിനെ കുറിച്ച് പറയുന്നത്? തെളിവിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഏതാണ്? 21E. 21E തെളിവ് അഥവാ എവിഡൻസിനെ കുറിച്ച് പറയുന്നത്. ഇവിടെയും എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് അഥവാ ഡിജിറ്റൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളെയും നമുക്ക് എന്ത് വിളിക്കാം? തെളിവായിട്ട് വിളിക്കാം അല്ലെ. നമ്മൾ കൊടുത്ത എവിഡൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? തെളിവുകളാണ്. അവിടെ രണ്ട് വിധത്തിലുണ്ട്. നമുക്കൊരു ഓറൽ എവിഡൻസ് എന്നും പറയുന്നുണ്ട് അല്ലെ. ഓറൽ, വാക്കാൽ കൊടുക്കുന്നതും എന്താണ്? ഒരു തെളിവാണ്. അല്ലെങ്കിൽ രേഖാമൂലമായിട്ട് കൊടുക്കുന്നതും എന്താണ്? ഒരു തെളിവാണ്. അപ്പോൾ ഓറൽ ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ? വാക്കാലായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ വാട്സപ്പിലെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു തെളിവാണ്. അവിടെ എന്താണ്? അതൊരു പേപ്പർ രൂപത്തിലോ അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്റ് രൂപത്തിലുള്ളതൊന്നുമല്ല അല്ലെ. അവിടെ എന്താണ്? ഒരു വോയിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഓറൽ ആയിട്ടുള്ളതാണ് അല്ലെ. വാക്കാല് പറയുന്ന കാര്യങ്ങളാണ്. അതും എന്താണ്? ഒരു ഓറൽ എവിഡൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. അതുപോലെ തന്നെ ഇനി അതൊരു പേപ്പറിലുള്ള രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് രൂപത്തിൽ ഒരു ഇമെയിലിന്റെ രൂപത്തിലുള്ളതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അതെന്താണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? തെളിവുകളാണ്. നമ്മൾ ഓരോ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, വോയിസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തെളിവായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമെയിലിൽ വരുന്ന മെസ്സേജുകൾ ഉണ്ടെങ്കിലും അതും എന്താണ്? ഒരു തെളിവാണ്. അപ്പൊ ഇതൊക്കെയാണ് തെളിവുകളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ സെക്ഷൻ 21E എന്തിനെ കുറിച്ച് പറയുന്നത്? തെളിവിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇ ഫോർ എവിഡൻസ്. അപ്പൊ തെറ്റിപ്പോവില്ലല്ലോ. 21E എന്തിനെ കുറിച്ച് പറയുന്നത്? എവിഡൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 2 മാറരുത്. എല്ലാ ഡെഫിനിഷനുകളും അഥവാ എല്ലാ നിർവചനങ്ങളും പറയുന്നത് ഏതിലാണ്? 2 ഇനി അടുത്തതാണ് 2F എന്ന് പറയുന്നത് അല്ലെ. 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാക്റ്റ് ആണ് അല്ലെ. 21F ആണ് കേട്ടോ. 1 ഇതിൽ വിട്ടുപോയതാണ്. 21F. ഓക്കെ, 21F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാക്റ്റ് അഥവാ വസ്തുതകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് 21F എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇന്ദ്രിയ ഗ്രാഹ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ദ്രിയ ഗ്രാഹ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഫാക്റ്റ് ആണ്. ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാലും അത് എന്താണ്? ഒരു ഫാക്റ്റ് ആണ്, ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2F എന്ന് പറയുന്നത് അല്ലെ. F ഫോർ ഫാക്റ്റ് അഥവാ വസ്തുത. ഓർക്കാൻ എളുപ്പമല്ലേ? 2F എന്തിനെ കുറിച്ച് പറയുന്നത്? ഫാക്റ്റ് അഥവാ വസ്തുതയെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ അനുഭവപ്പെടുന്ന എന്ത് കാര്യങ്ങളും. ഇപ്പൊ നമ്മളെ കാണുന്ന കാര്യങ്ങൾ, ഒരാളെ തല്ലുന്നത് നമ്മൾ കണ്ടു അല്ലെ, അതെന്താണ്? ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടു, അതും എന്താണ്? ഒരു ഫാക്റ്റ് അഥവാ വസ്തുതയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു നിയമത്തിൽ പറയുന്നത്. എന്തിലാണ് പറയുന്നത്? സെക്ഷൻ 2F വസ്തുതകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇനി വിവാദമായിട്ടുള്ള വസ്തുതകളാണെങ്കിൽ അത് 2G പറയുന്നത്. 21G എന്തിനെ കുറിച്ച് പറയുന്നത്? വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുതകളാണെങ്കിൽ അത് എന്തിലാ പറയുന്നത്? 21G പറയുന്നത്. അപ്പൊ G തെറ്റിപ്പോകണ്ട. ഫാക്ട് ഇൻ ഇഷ്യൂ അഥവാ വിവാദ വസ്തുതകളാണെങ്കിൽ ഏതാണ്? G ആണെന്ന് ഓർത്തു വെക്കുക. വെറും ഫാക്ട് ആണെങ്കിൽ F ആണ്. വിവാദമായിട്ടുള്ളതാണെങ്കിൽ എന്താണ്? G ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് 2K ആണ്. സെക്ഷൻ 2K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവന്റിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം അത് പ്രസക്തമാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2K അഥവാ റെലവന്റ് എന്നും അല്ലെങ്കിൽ നമ്മൾ പ്രസക്തം എന്നും പറയില്ലേ മലയാളത്തിൽ. പ്രസക്തമായിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയല്ലോ. അങ്ങനെ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2K എന്ന് പറയുന്നത് അല്ലെ. 21K കേട്ടോ. 21 കൂടെ കൊടുക്കണേ. 21K എന്ന് പറയുന്നത്. ഓക്കെ, മാറിപ്പോകരുത്. K ആണ്. നമുക്കറിയാം റെലവന്റ് എന്ന് പറഞ്ഞാൽ R ആണ് അല്ലെ. ഈ Rൽ ഈ സാധനം പോയി കഴിഞ്ഞാൽ എന്തായി? K ആയി മാറിയില്ലേ. അപ്പൊ 2K എന്ന് ആലോചിച്ചാൽ മതി. 21K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെലവന്റ് ആയിട്ടുള്ളത്, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2K എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി നമുക്ക് ആ ഒരു ഡെഫിനിഷനുകളെ കുറിച്ചിട്ട് ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോവാം.
സെക്ഷൻ 2ലാണ് ഡെഫിനിഷനുകളെ കുറിച്ച് പറഞ്ഞത്. അവിടെ ആദ്യം നമ്മൾ പറഞ്ഞു സെക്ഷൻ 2(1)(d) ഡി ഫോർ ഡോക്യുമെന്റ് അഥവാ രേഖ. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അതുകൊണ്ടാണ് നമുക്ക് ഒന്നും കൂടി റിവിഷനിൽ ഞാൻ പറയുന്നത്. ആ സമയത്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ 2(1)(d)ലാണ് ഡോക്യുമെന്റുകളെ കുറിച്ച് പറയുന്നത്. ഏത് രീതിയിലുള്ള ഡോക്യുമെന്റുകളാകാം നമ്മൾ പറഞ്ഞു. അതിനൊരു അക്ഷരത്തിലും അക്കത്തിലും അടയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഡോക്യുമെന്റുകളാണ് അല്ലെ. എഴുതപ്പെട്ടതാകാം, അല്ലെങ്കിൽ അച്ചടിച്ചതാകാം, ഭൂപടമോ പ്ലാനുകളോ, അല്ലെങ്കിൽ ഇനി അതൊരു അടയാളത്തിലായിട്ട് ലോഹത്തകിടില് കൊത്തിവെച്ചതോ അല്ലെങ്കിൽ ശിലയിലുള്ള കാര്യങ്ങളോ, അതൊക്കെ എന്താണ്? ഓരോരോ ഡോക്യുമെന്റുകളാണ്. ഹാസ്യ ചിത്രങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഹാസ്യ ചിത്രങ്ങൾ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറഞ്ഞു ഇമെയിലുള്ളതോ അല്ലെങ്കിൽ ഫോണിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ലോഗുകളിലുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ്? ഓരോരോ ഡോക്യുമെന്റുകളാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എവിഡൻസിനെ കുറിച്ച് അഥവാ തെളിവിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2(1)(e) എന്ന് പറയുന്നത് അല്ലെ. ഇ ഫോർ എവിഡൻസ് ആണ്. അതും എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ തെളിവ് അല്ലെ, നമ്മൾ വാക്കാൽ കൊടുക്കുന്ന തെളിവുകളുണ്ട്, അല്ലെങ്കിൽ രേഖാമൂലമായിട്ട് കൊടുക്കുന്ന തെളിവുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 2(e)ൽ പറയുന്നത്. അതുപോലെ ഫാക്റ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ അല്ലേ. ഏതാണ്? സെക്ഷൻ 2(f) ആണ് ഫാക്റ്റ് അഥവാ വസ്തുതകളെ കുറിച്ച് പറഞ്ഞത്. ജി ആണെങ്കിലോ അത് വിവാദമായിട്ടുള്ള വസ്തുതകളെ കുറിച്ച് പറഞ്ഞതാണ് സെക്ഷൻ 2(g) എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഏതാണ്? സെക്ഷൻ 2(k). കെ എന്ന് പറഞ്ഞത് എന്താണ്? കെ നമ്മൾ ആലോചിക്കുക. കെനെ നമ്മൾ ആറായിട്ട് കണക്ട് ചെയ്യുക. ആർ എന്ന് പറഞ്ഞ റെലവെന്റ് ആയിട്ടുള്ളത് അഥവാ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2(k) എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ മറ്റുള്ള സെക്ഷനുകളിലോട്ട് പോകാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷനുകളാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് സെക്ഷൻ 22 ആണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് സെക്ഷനുകൾ നമ്മളെ കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്? കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി ഒരു 2-3 സെക്ഷനുകൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ഓക്കെ, കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2(2) അല്ലേ. നമ്മൾ 2 പ്രാവശ്യം കുറ്റം സമ്മതിച്ചു എന്ന് ആലോചിച്ചാൽ മതി. 2(2) എന്ത് കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ടതാണ്? അതായത് എന്തെങ്കിലും ഒരു പ്രചോദനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീഷണി കൊണ്ടോ ഇനി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നിർബന്ധിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ടോ ഒരു കുറ്റം എന്ത് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുക. അതെന്താണ്? അങ്ങനെ നൽകുന്ന കുറ്റം എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ പ്രസക്തം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇതില് അതായത് റെലവെന്റ് എന്ന് പറഞ്ഞ നമ്മൾ എവിടെ പറഞ്ഞത്? സെക്ഷൻ 2 ഏതിലായിരുന്നു? സെക്ഷൻ 2(k)ൽ പറഞ്ഞു അല്ലെ. 2(1)(k)ൽ പറഞ്ഞു റെലവെന്റ് അഥവാ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു കുറ്റസമ്മതം എന്ന് പറയുന്നത് എന്താണ്? അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെ. റെലവെന്റ് അല്ലാത്ത കാര്യമാണ്. എങ്ങനെ? ഒരു കുറ്റം സമ്മതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാകാൻ പാടില്ല? ആരുടെങ്കിലും പ്രചോദനം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് നിർബന്ധിപ്പിച്ചിട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകുകയാണ് അല്ലെ. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയും കൊണ്ട് നമ്മളെ കൂടെ ഒരു കുറ്റം സമ്മതിപ്പിക്കുക. അങ്ങനെയുള്ള കുറ്റം എന്ന് പറയുന്നത് എന്താണ്? സമ്മതിക്കുന്നത് എന്താണ്? അതൊരു അപ്രസക്തമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്ന സെക്ഷൻ ആണ് ഇത് സെക്ഷൻ 2(2) എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? സെക്ഷൻ 22. പഠിച്ചു വെച്ചേക്കണേ. അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 23 ആണ്. സെക്ഷൻ 23 എന്താ പറയുന്നതും ഇതും ഒരു കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ ആണ്. അപ്പൊ 22ഉം 23ഉം ഒക്കെ ഒരു കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. 23 ആണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതമാണ്. അവിടെ 2 കേസുകൾ നിങ്ങൾ ആലോചിക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നമ്മളൊരു കുറ്റസമ്മതം നടത്തുന്നതും ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ നമ്മൾ പോയിട്ട് ഒരു കുറ്റസമ്മതം നടത്തുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് നമ്മളൊരു കുറ്റം ചെയ്തതായിട്ട് അല്ലെങ്കിൽ ആ കുറ്റം സമ്മതിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? തെളിവ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതായത് തെളിയിക്കേണ്ട ചുമതല ആർക്കാണ്? പോലീസുകാരനാണ്. അപ്പൊ നമ്മളൊരു കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം? പോലീസ് അത് തെളിവ് അല്ലെ, അത് തെളിവടക്കം എന്ത് ചെയ്യണം? അത് എന്ത് ചെയ്യണം? അത് തെളിവടക്കം എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അതായത് അത് നമ്മൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്തല്ല അതൊരു കുറ്റം സമ്മതമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? അത് തെളിയിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതമാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 23 പറയുന്നത്. എന്നാൽ നമ്മളതൊരു മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് നമ്മൾ പോയിട്ടൊരു കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ അതെന്തായിരിക്കണം? തെളിയിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അതും ഓർത്തു വെച്ചേക്കണം. അവിടെ എന്താണ് നമ്മൾ കുറ്റസമ്മതം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്താൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് സെക്ഷൻ 23(2) പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 23(1) പോലീസ് അല്ലെ, പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതവും 23(2) ആണെങ്കിൽ ഇങ്ങനെ ഒരു മജിസ്ട്രേറ്റിന് മുന്നിലാണെങ്കിൽ കുറ്റസമ്മതത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കേണ്ട അവിടെ സെക്ഷൻ 23 എന്ത് പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ച് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 22 എന്തായിരുന്നു? എന്ത് കുറ്റസമ്മതമായിരുന്നു?
അതായത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും ഒരു പ്രചോദനത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനത്തിന്റെ പുറത്തോ കൊടുക്കുന്ന കുറ്റസമ്മതങ്ങൾ എന്തായിട്ട് എടുക്കില്ല, പ്രസക്തമായിട്ട് എടുക്കില്ല എന്ന് പറയുന്നത് 22. 23 ആണെങ്കിൽ എന്താണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 23 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 24 ആണ്. ഇതും മറ്റൊരു കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ 22, 23, 24 പഠിച്ചു വെച്ചേക്കണം. ഒക്കെ എന്താണ്, കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഇനി അതിൽ 24 പറയുന്നത് എന്താണ്, ഒരു കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിനായി കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റു ആളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ കുറ്റസമ്മതത്തിന്റെ പരിഗണന. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിനായി കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റു ആളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള കുറ്റസമ്മതത്തിന്റെ പരിഗണന. അല്ലെ, കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കൂട്ടായി നടത്തുന്ന ഒരു കുറ്റമാണെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ മുന്നത്തെ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കൂട്ടായി നടത്തുന്ന അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒരു കവർച്ച നടത്തിയെന്ന് കരുതുക. ഇപ്പൊ കൂട്ടായിട്ടുള്ള കവർച്ച ഒരു 4-5 ആൾക്കാർ ചേർന്നിട്ട് ഒരു ബാങ്ക് കൊള്ളയടിച്ചു. ഓക്കെ, അവിടെ ഒരൊറ്റയ്ക്കല്ല ഒരാൾ ചെയ്യുന്നത് അല്ലെ, ഒരു 4-5 ആൾക്കാർ ചേർന്നിട്ടാണ് ആ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നത്. ആ സമയത്ത് ഇവരെ പിടിക്കുന്ന സമയത്ത് ഇവരാരും, ഈ ഇപ്പൊ 4 പേരാണെങ്കിൽ 5 പേരാണെങ്കിൽ ഈ 5 പേരും എന്ത് ചെയ്യുന്നില്ല, കുറ്റം സമ്മതിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അതിലത്തെ ഒരാൾ എന്ത് ചെയ്തു, ആ കുറ്റം അങ്ങോട്ട് സമ്മതിച്ചു. അല്ലെ, ഞങ്ങൾ ഇങ്ങനെ പോയിട്ടാണ് അവിടെ ബാങ്ക് കൊള്ളയടിച്ചത്, അങ്ങനെ സമ്മതിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസിന് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ 5 പേരിൽ ഈ ഒരാൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചത്, ബാക്കിയുള്ള ആൾക്കാരൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ ആ ബാക്കിയുള്ള ആൾക്കാരെയും എന്തായിട്ട് എടുക്കും, അവരും കുറ്റം സമ്മതിച്ചതായിട്ട് കണക്കാക്കും. കാരണം കൃത്യമായിട്ട് ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ എല്ലാം ചെയ്തതിന്റെ തെളിവുകളും കാര്യങ്ങളും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറ്റസമ്മതം നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവർക്കും കൂടി എന്താണ്, ഇത് അതിന്റെ ഒരു പരിഗണനയിൽ വരുന്നതായിരിക്കും. അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ ഒറ്റയ്ക്ക് കുറ്റം പറഞ്ഞാൽ അതെന്താണ്, അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റുള്ള കൂട്ടായ കവർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കൂട്ടായ കവർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമല്ല ശിക്ഷ അല്ലെ, അവിടെ കൂട്ടായുള്ള രീതിയിലുള്ള ശിക്ഷയാണ്. കൂട്ടായുള്ള രീതിയിൽ ശിക്ഷ എന്ന് പറയുമ്പോൾ അവിടെ കുറയല്ല ചെയ്യുക, എല്ലാവർക്കും ഒരേ തുല്യമായിട്ടുള്ള ശിക്ഷയാണ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഒരു കുറ്റസമ്മതം നടത്തുന്ന സമയത്തും, കൂട്ടായി നടത്തുന്ന ഒരു കവർച്ചയാണെങ്കിലും അവിടെ ഒരാൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും അതെന്താണ്, കുറ്റം ചെയ്തതായിട്ട് അവിടെ എന്ത് ചെയ്യും, തെളിയിക്കപ്പെടുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 24 പറയുന്നത്, ഒരു കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റു ആളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടത് അല്ലെ, അത് ഓർത്തു വെക്കണം. അവിടെ എന്ത് ചെയ്യണം, ആ ഒരു കുറ്റം തെളിയിക്കപ്പെടണം. അയാൾ കുറ്റസമ്മതം വെറുതെ നടത്തിയോണ്ട് കാര്യമായിട്ടില്ല, അത് തെളിയിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അതിന്റെ പരിഗണനയിൽ വരും എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ 22, 23, 24 അല്ലെ നമ്മുടെ കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് പഠിച്ച സെക്ഷനുകളാണ്. 22 എന്തായിരുന്നു, ഒന്ന് ഓർത്ത് നോക്കിക്കേ. 22 കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, അതായത് പ്രചോദനത്തിന്റെ പുറത്തോ ഒരു ഭീഷണിയുടെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനത്തിന്റെ പുറത്തോ നടത്തുന്ന കുറ്റസമ്മതങ്ങൾ എന്തായിട്ട് എടുക്കില്ല, കുറ്റസമ്മതമായിട്ട് എടുക്കില്ല, അതൊരു അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. 23 പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥനോട് നമ്മൾ നടത്തുന്ന കുറ്റസമ്മതത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതെന്താണ്, അതവിടെ തെളിവായിട്ട് അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ചുമതല ആർക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. 24 പറഞ്ഞു എന്താണ് അല്ലെ, ഒരു കൂട്ടായി നടത്തുന്ന കുറ്റസമ്മതമാണെങ്കിൽ അവിടെ ഒരാള് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള ആൾക്കാർക്കും അതെന്താണ്, ബാധകമാണ് എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 24 പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തത് ഇനി നോക്കാനുള്ളത് സെക്ഷൻ 26 ആണ് കേട്ടോ. സെക്ഷൻ 26 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, മരിച്ചു പോവുകയോ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയോ മറ്റോ ചെയ്യുന്ന ആൾ പ്രസക്ത വസ്തുതയെ കുറിച്ച് ചെയ്യുന്ന പ്രസ്താവന പ്രസക്തമാകുന്ന സംഗതികളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ മരിച്ചു പോകുന്ന സമയത്തിലെ മരണമൊഴി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ സമയത്ത് പിന്നീട് അയാളെ നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ മരിച്ചു പോകുന്ന ആ സമയത്ത് അയാൾ കൊടുക്കുന്ന മരണമൊഴി എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യമായിരിക്കും. മരിക്കാനടുത്ത് അയാൾ കൊടുക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എന്തായിരിക്കും, ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെന്തായും അത് ഒരു നല്ലൊരു തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് എടുക്കും. അതുപോലെ തന്നെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന സമയത്ത് അയാൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അതും പ്രസക്തമായിട്ട് എടുക്കാവുന്നതാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 26 എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ആത്മഹത്യാ കുറിപ്പ്. അപ്പൊ അതൊക്കെ എന്താണ്, അവിടെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾ മരിക്കുന്ന സമയത്ത് അയാൾ എഴുതിയിട്ടുള്ള കുറിപ്പ്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മരിച്ചു പോവുകയോ കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്ന കേസുകളിലോ
അങ്ങനെയുള്ള ആളുകൾ കൊടുക്കുന്ന പ്രസക്തമായിട്ടുള്ള വസ്തുതയെക്കുറിച്ച് അല്ലെ, അതെന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 26 പറയുന്നത്. ഓക്കെ, നോർത്ത് വെച്ചേക്ക, സെക്ഷൻ 26. ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ 27 ആണ്. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ 27? സെക്ഷൻ 27 ആണ്. എന്നാണ് 27 പറയുന്നത്? ചില തെളിവിന്റെ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ സത്യാവസ്ഥ പിന്നീടുള്ള നടപടിയിൽ തെളിയിക്കുന്നതിനുള്ള പ്രസക്തിയാണ്. ഇപ്പൊ ചില കേസുകളിൽ ആ ഒരു സമയത്ത് സാക്ഷിക്ക് ചില കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റാതെ വരുന്ന കേസുകൾ ഉണ്ടാവും അല്ലെ. അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് തെളിയിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാളെ പിന്നീട് കണ്ടെത്താൻ സാധിക്കാതായെന്ന് വിചാരിക്കുക. കാരണം എന്തെങ്കിലും കേസ് കൊണ്ട് അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ഒരു ജുഡീഷ്യൽ നടപടികളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് തെളിയിക്കുന്നതിനുള്ള പ്രസക്തിയെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ ആണ് എന്താ, സെക്ഷൻ 27 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ചില തെളിവില് അതിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ജുഡീഷ്യൽ നടപടികളിൽ എന്ത് ചെയ്യാം, തെളിയിക്കുന്നതിനുള്ള പ്രസക്തിയെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 28 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സെക്ഷൻ 28? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എപ്പോൾ പ്രസക്തമെന്നതിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. ഓക്കെ, എന്താണ് സെക്ഷൻ 28? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എപ്പോഴൊക്കെയാണ് പ്രസക്തമാകുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കണക്ക് പുസ്തകം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു അക്കൗണ്ട്സിൽ ഇപ്പൊ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പണം കടമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ അക്കൗണ്ട്സിൽ അത് കൃത്യമായിട്ട് അയാളുടെ എക്സിന് എത്ര കൊടുത്തു, ഇപ്പൊ 50,000 രൂപ കൊടുത്തു എന്ന് കൃത്യമായിട്ട് അവിടെ അയാളുടെ അക്കൗണ്ട്സിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് എന്തെങ്കിലും പിന്നീടുള്ള എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാം, ഇവർക്ക് പ്രസക്തമായിട്ട് എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് മാത്രം എന്തായിട്ട് എടുക്കാനും പറ്റില്ല, ഒരു തെളിവായിട്ട് എടുക്കാനും പറ്റില്ല. ഇപ്പൊ എക്സിന്, ഇപ്പൊ ഒരു വൈകുന്ന ഒരാള് എക്സിന് 50,000 കൊടുത്തു എന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരു തെളിവ്, ഇത് മാത്രം ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എന്തായിട്ട് എടുക്കാം, ഒരു തെളിവായിട്ട് എടുക്കാം. പക്ഷെ ഇത് മാത്രം ഇതുള്ളത് കൊണ്ട് അത് തെളിയിക്കപ്പെടണമെന്നും ഇല്ല എന്നതാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. അതായത് കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകളൊക്കെ എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ എപ്പോഴും നമുക്കറിയാം, ഇപ്പം എന്തെങ്കിലും ഒരു കേസുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അവിടുത്തെ എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ഒരു കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അവിടെ പരിശോധിക്കും. അപ്പൊ അവിടെ ഇൻ കേസിൽ ഇയാൾക്ക് ഇത്ര രൂപ ഒക്കെ കടം കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് ഇവിടെ സെക്ഷൻ 28 പറയുന്നത്. കണക്ക് ബുക്കുകളിലുള്ള ഉൾക്കുറിപ്പുകളൊക്കെ എന്താണ്, പ്രസക്തമാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ഒരു എക്സാമ്പിളിലൂടെ തന്നെ പറയുന്നുണ്ട്. അതായത് 1000 രൂപയ്ക്ക് ഡി എന്ത് ചെയ്തു, എക്സിന് വ്യവഹാരപ്പെടുക അല്ലെ. അതായത് വ്യവഹാരപ്പെടുക എന്ന് പറഞ്ഞാൽ ഡിക്ക് എന്ത് ചെയ്തു, കൊടുത്തു എന്ന് വിചാരിക്കാം. അതെന്ത് ചെയ്യാം, അയാളുടെ കണക്ക് പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, 1000 രൂപ ഇയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഈ ഉൾക്കുറിപ്പുകൾ എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറ്റു തെളിവുകൾ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കടം തെളിയിക്കുന്നതിന് മതിയാകുന്നില്ല. ഓക്കെ, അതായത് ഇയാളോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ഒരു ഒറ്റ അക്കൗണ്ടിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. ഇത് മാത്രം ആവാൻ പാടില്ല, ഈ ഒരു കടം തെളിയിക്കാനായിട്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കിട്ടണമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 28 പറയുന്നത്. എന്താണ് പറയുന്നത്, കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകളിലൊക്കെ എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത് നോക്കാം, അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 29 എന്ന് പറയുന്നത്. 28ഉം 29 ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. 28 പറഞ്ഞത് നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ ആ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റെക്കോർഡിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. 28 ആണെങ്കിൽ അല്ലെ, ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു അക്കൗണ്ടിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സെക്ഷൻ 29 ആണെങ്കിൽ എന്താണ്, ഒരു പബ്ലിക് റെക്കോർഡിലുള്ള കാര്യങ്ങൾ എന്താണ്, അതിലെ പ്രസക്തിയെ കുറിച്ചിട്ടാണ്, അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കർത്തവ്യ നിർവഹണത്തില് പബ്ലിക് റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ചേർത്ത ഉൾക്കുറിപ്പിന്റെ പ്രസക്തിയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ റെക്കോർഡ്സിൽ നമ്മുടെ പേരും സൈനൊക്കെ എഴുതിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാം, ഇതൊക്കെ അവർക്ക് പ്രസക്തമായിട്ട് എടുക്കാവുന്ന കാര്യങ്ങളാണ്.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു പബ്ലിക് റെക്കോർഡിലോ എന്തെങ്കിലും ഒരു ഉൾക്കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എന്നത് എന്തിൽ പറയുന്നു, സെക്ഷൻ 29 പറയുന്നു. 28 എന്താണ് പറഞ്ഞത്, ഒരാളുടെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ അയാളുടെ കണക്ക് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇനി ഒരു പബ്ലിക് റെക്കോർഡിലാണെങ്കിൽ, പബ്ലിക് റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പൊതു സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലുള്ള റെക്കോർഡിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതും എന്താണ്, റെലവെന്റ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 29. അപ്പൊ 28ഉം 29ഉം അങ്ങനെ ഓർത്ത് വെക്കുക. സെക്ഷൻ 30 ആണ് കേട്ടോ. സെക്ഷൻ 30 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഭൂപടങ്ങളിലും ചാർട്ടുകളിലും പ്ലാനുകളിലുമുള്ള പ്രസ്താവനകളുടെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമുക്കറിയാം, ഒരു ഗവൺമെന്റ് പുറത്തിറക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും അവർ പുറത്ത് കൊണ്ടുവരുന്ന ചാർട്ടുകൾ ഉണ്ടാവും, ഭൂപടങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ പല പ്ലാനുകളും ഉണ്ടാവും. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷൻ ആണ് ഇത്, സെക്ഷൻ 30 എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂസിങ് ആവണ്ട, കാരണം നമുക്കറിയില്ലേ ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്ത്, ഇപ്പോൾ ഒരു പ്ലാൻ ആണെങ്കിലും ഒരു ചാർട്ട് ആണെങ്കിലും ഒരു ഭൂപടം ആണെങ്കിലും അതിലത്തെ കാര്യങ്ങളൊക്കെ എന്താ, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അത് റെലവെന്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ ഇതിലത്തെ കാര്യങ്ങൾ റെലവെന്റ് ആയിട്ട് എടുക്കാം എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 30 പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്കണം, 30 നമ്മുടെ ഭൂപടം, മാപ്പ്, പ്ലാന് അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് എന്ന് ആലോചിക്കുക, സെക്ഷൻ 30. ഓക്കെ, അപ്പൊ സെക്ഷൻ 30 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഭൂപടങ്ങളിലോ ചാർട്ടുകളിലോ പ്ലാനുകളിലോ ഉള്ള പ്രസ്താവനകളുടെ പ്രസക്തി അഥവാ റെലവെന്റിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 30 പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 31 എന്ന് പറയുന്നത്. മറ്റുള്ളൊരു റെലവൻസി കേസ് തന്നെയാണ്, അതായത് പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഏതിലാണ് പറയുന്നത്, 31ലാണ്. 30 എന്താ പറഞ്ഞത്, ഭൂപടങ്ങള്, മാപ്പുകള്, അങ്ങനെയുള്ള ചാർട്ടുകള്, പ്ലാനുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലുള്ള റെലവൻസിയെ കുറിച്ചിട്ടാണ്. 31 പറയുന്നത് എന്തിലുള്ളതാണ്, ചില ആക്ടുകളിലോ വിജ്ഞാപനങ്ങളിലോ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുത സംബന്ധിച്ച പ്രസ്താവനയുടെ പ്രസക്തിയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഗവൺമെന്റ് പാസ്സാക്കുന്ന പല നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങളുണ്ട്, അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ്, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുക, മുൻതൂക്കം കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ഇതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആക്ടുകളാണെങ്കിലോ വിജ്ഞാപനങ്ങളാണെങ്കിലോ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ചില ആക്ടുകളിലോ വിജ്ഞാപനങ്ങളിലോ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുത സംബന്ധിച്ച പ്രസ്താവനയുടെ പ്രസക്തി എന്തിൽ പറയുന്നുണ്ട്, സെക്ഷൻ 31ലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ആക്ട് ആണെങ്കിലും വിജ്ഞാപനമാണെങ്കിലും നമ്മൾ ഗവൺമെന്റ് പുറത്തിറക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെന്താ, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കൺഫ്യൂസിങ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അവർ ഭൂപടമാണെങ്കിലോ ചാർട്ടാണെങ്കിലോ പ്ലാൻ ആണെങ്കിലോ അതിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെയാണ് അവർ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഉണ്ടല്ലോ, ആ നിയമങ്ങളാണെങ്കിലും അവരുടെ വിജ്ഞാപനങ്ങളാണെങ്കിലും അതിലുള്ള കാര്യങ്ങൾ എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ എടുക്കുക. അപ്പൊ അത്രയേ പറയുന്നുള്ളൂ. അതേതിലാണ്, സെക്ഷൻ 31ലാണ് പറയുന്നത്. അപ്പൊ 30ഉം 31ഉം ഒക്കെ ഒരേ റേഞ്ചിൽ വരുന്നതാണ്. ഇനി അടുത്തൊരു സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 32 എന്ന് പറയുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്, അതായത് ഏതെങ്കിലും നിയമത്തെക്കുറിച്ച് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെയുള്ള നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവനയുടെ പ്രസക്തിയെ കുറിച്ചിട്ടാണ്. ഇവിടെയും നിയമങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി അതൊരു ഇലക്ട്രോണിക് രൂപത്തിലുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെയുള്ള ഏതൊരു നിയമ പുസ്തകങ്ങളിലാണെങ്കിലും അതെന്താണ്, അതിലടങ്ങിയിട്ടുള്ളതും എന്താണ്, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുമില്ല, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനൊരു ഇലക്ട്രോണിക് രൂപത്തിലുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രൂപത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു നിയമ പുസ്തകമാണെങ്കിലും പോലും അതിൽ കൊടുത്തിരിക്കുന്ന വസ്തുതകളും എന്താണ്, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 32 പറയുന്നത്. ഓക്കെ, അപ്പൊ 30, 31, 32 ഒക്കെ ഒരേ റേഞ്ചിൽ വരികയാണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ 32 എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എന്താണ്, ഒരു ഡിജിറ്റൽ രൂപത്തിലോ ഇലക്ട്രോണിക് രൂപത്തിലോ ഇനി അതൊരു നിയമ പുസ്തകത്തിന്റെ രൂപത്തിലൊക്കെ ആണെങ്കിലും അതിലടങ്ങിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ എന്താണ്, അതിൽ റെലവെന്റ് ആയിട്ടുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. അത്രയാണ് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ 30, 31, 32 ഒക്കെ ഒരേ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പൊ അത് മാറിപ്പോകരുത്, ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു സെക്ഷൻ ആണ്, കുറച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെക്ഷൻ 39 ആണ്. അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവിഷനിൽ വരാം. ഇപ്പൊ സെക്ഷൻ 30 നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പൊ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ചാർട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഭൂപടങ്ങളാണെങ്കിലും പ്ലാനുകളാണെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ റെലവെന്റ് ആണ് എന്നത് പറയുന്നതാണ് ഏത്, സെക്ഷൻ 30. ഓർത്ത് വെച്ചേക്കണം, ഏതാണ് 30 എന്താണ്,
പ്ലാന്, ചാർട്ട്, മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലുള്ള കാര്യങ്ങളുടെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 31 എന്താണ്? 31 എന്തെങ്കിലും ആക്ടുകളാണ് അല്ലെ, അതായത് ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരുന്ന ആക്ടുകൾ ഉണ്ടാവും അല്ലെ, അതായത് നിയമങ്ങൾ അതിൽ അല്ലെങ്കിൽ വിജ്ഞാപനങ്ങൾ ഉണ്ടാവും, അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും റെലവെന്റ് ആണ് എന്ന് പറയുന്നതാണ് ഇത് 31 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 32 അത് ഇനി ഇലക്ട്രോണിക് രൂപത്തിലോ ഡിജിറ്റൽ രൂപത്തിലോ ഉള്ളതാണെങ്കിലും അതും റെലവെന്റ് ആണ് എന്ന് പറയുന്നതാണ് ഇത് സെക്ഷൻ 32 എന്ന് പറയുന്നത്. അപ്പൊ 30, 31, 32 ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരേ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ തെറ്റാതെ എന്ത് ചെയ്യാം, പഠിക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 39 എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 39 39 ആണ് അല്ലെ, സെക്ഷൻ 39 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 39 അഥവാ 39 39 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ, അതായത് ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സിന്റെ ആണ് അല്ലെ, എക്സ്പേർട്സിന്റെ അതായത് വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇവിടെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്കുള്ള പ്രസക്തി എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ നമ്മൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവണം എന്നില്ല അല്ലെ. കോടതിയിലത്തെ ആൾക്കാരൊക്കെ എന്താണ്, നിയമവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട്, മറ്റ് മേഖല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ എക്സ്പെർട്ടുകൾക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ആ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ സാന്നിധ്യം ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ കോടതി എന്ത് ചെയ്യുന്നു? വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടും. അപ്പൊ അങ്ങനത്തെ ഏതൊക്കെ കേസുകളിലാണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ തേടുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 39 പറയുന്നത്. ഓക്കെ, എന്താണ് സെക്ഷൻ 39 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സിന്റെ മരണം വിഷത്തിലാണോ സംഭവിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഏതു വിഷത്തിലാണോ മരിച്ചതെന്ന് വിചാരിക്കപ്പെടുന്നത് ആ വിഷം ഉളവാക്കുന്ന ലക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. അതല്ല സംഭവം. അതായത് ഇപ്പൊ എക്സ് മരിക്കുകയാണ്. ആ മരിക്കുന്ന സമയത്ത് അയാള് വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അത് എന്ത് വിഷമാണ്, എങ്ങനത്തെ വിഷയമാണ്, ആ വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ കോടതിക്ക് അറിയണമെന്നില്ല. അപ്പൊ കോടതി എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടും അല്ലെ. അപ്പം അതുമായി ബന്ധപ്പെട്ട എന്താണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായങ്ങൾ ആര് തേടും? കോടതി തേടും. അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി, ആ ഒരു കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കോടതിക്ക് ഇപ്പൊ പറയാൻ പറ്റും, ഇപ്പൊ രണ്ടാൾക്കാർ വരികയാണ്, അത് എന്റെ മകളാണ് അല്ലെങ്കിൽ ഇത് എന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ഫാമിലി വരികയാണ്. ആ സമയത്ത് കോടതിക്ക് പറയാൻ പറ്റില്ല എന്നാ കുട്ടി ഇയാളുടെ മകളാണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അവിടെ എന്താണ്? കോടതിക്ക് മറ്റൊരു വിദഗ്ധരുടെ അഭിപ്രായം ആവശ്യമാണ്. ഓക്കെ, അതിന് കൃത്യമായിട്ട് DNA ഒക്കെ നോക്കി അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ വിദഗ്ധന്മാരുടെ ആവശ്യം എവിടെ ആവശ്യമാണ്? ഈ ഒരു കേസിൽ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലാണ് എന്ത് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുന്നത്, അങ്ങനെയെങ്കിൽ പ്രസക്തമാകുന്ന കേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തിലാണ്? സെക്ഷൻ 39 എന്താ വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അതിൽ തന്നെ ഒരു 39 പറയുന്നുണ്ട്. ഇനി ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറുമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ആരിൽ നിന്നാണ് തേടുക അല്ലെ? ആ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയുന്നതാണ് 39(2) സെക്ഷൻ 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 39 സബ്സെക്ഷൻ 2 അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാ, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് സെക്ഷൻ 40 സെക്ഷൻ 40 എന്താണ് പറയുന്നത്? അതും ഈ ഒരു വിദഗ്ധ അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകൾ കൂടി പറയുന്നതാണ് ഇതില് ഈ ഒരു സെക്ഷൻ 40 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 39 നമ്മളിപ്പോ ഒരു വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയത് അല്ലെ. അപ്പൊ 39 പഠിച്ചു എന്താണ്? ജസ്റ്റ് വിദഗ്ധന്മാരുടെ അഭിപ്രായം എന്ന് മാത്രം നമ്മൾ പഠിച്ചു. 40 വന്നപ്പോഴെന്താണ്? വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകളെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കേസ് പറഞ്ഞു അല്ലെ, അതായത് ഒരാള് വിഷം കഴിച്ചു മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റിട്ടാണ് മരിച്ചതെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇങ്ങനെ വിദഗ്ധര് പറയാണ് ഇത് ഇന്ന പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നു. അപ്പൊ അവിടെ എന്താണ്? ആ അഭിപ്രായത്തിനോട് ബന്ധമുള്ള മറ്റു വസ്തുതകൾ കൂടി എന്ത് ചെയ്യണം? ഇവർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, അയാൾക്കും ഈ ഒരു പാമ്പാണ് കടിയേറ്റിട്ടുള്ളത്, അങ്ങനെ കടിയേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൊണ്ടിട്ടാണ് ഇത് മരിക്കുന്നത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുമ്പുള്ള എന്തെങ്കിലും ഒരു വസ്തുതകൾ ഉണ്ടെങ്കിൽ അതും കൂടി സമർപ്പിക്കണം എന്നാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 40 പറയുന്നത്.
ഓക്കെ, അപ്പൊ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകളാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 40 പറയുന്നത്. മാറിപ്പോകരുത്. സെക്ഷൻ 39 നമ്മൾ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 40 എന്താ പറഞ്ഞത്? വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകൾ അല്ലെ. അപ്പൊ അവരൊരു അഭിപ്രായം പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം? ഇങ്ങനെ കോടതിയുടെ മുന്നാകെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് സെക്ഷൻ 40 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സെക്ഷൻ 41 ഇവിടെയും അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ 39ഉം 40ഉം വിദഗ്ധരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടോ. 39ഉം 40ഉം വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധരുടെ അഭിപ്രായവും, 40 ആണെങ്കിൽ എന്താണ്? വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ കൂടിയാണ് 40 പറയുന്നത്. ഇനി 41 എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, 41 പറയുന്നത് കൈപ്പടയെ കുറിച്ചും കൈയൊപ്പിനെ കുറിച്ചുമുള്ള അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. കൈപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാൻഡ് റൈറ്റിംഗ് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു ആത്മഹത്യക്കുറിപ്പ് എന്ന് പറഞ്ഞു അല്ലെ. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കോടതിക്ക് കിട്ടുന്ന സമയത്ത് കോടതിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലേ ഈ മരിച്ച ആളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത് എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പൊ ആ ഒരു ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഇപ്പൊ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇത് ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് എന്റെ മകന്റേതാണ്, അല്ലെങ്കിൽ ഇത് എന്റെ മകളുടേതാണ്, അല്ലെങ്കിൽ ഇതിന്റെ അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അച്ഛന്റെ ഒപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അതാരാണ്? അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പൊ അവിടെ ആരുടെ അഭിപ്രായം എടുക്കുകയാണ് ചെയ്യുന്നത്? കോടതി ഇങ്ങനെ പറഞ്ഞ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് എടുക്കുന്നത്. അതെന്താണ്? പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് സെക്ഷൻ 41 പറയുന്നത്. കൈപ്പടയെ കുറിച്ചും കയ്യൊപ്പിനെ കുറിച്ചുമുള്ള അഭിപ്രായം എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നതാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 41 പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷൻ 41 എത്തി. അപ്പൊ 39ഉം 40ഉം വിദഗ്ധരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 41 പോകുന്ന സമയത്ത് ഇവിടെയും അഭിപ്രായം തേടുകയാണ് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഹാൻഡ് റൈറ്റിംഗോ സിഗ്നേച്ചറിലോ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം തേടുന്നതാണ് ഏത്? 41 എന്ന് പറയുന്നത്. ഇനി അടുത്തത് 42 42 പറയുന്നത് എന്താണ്? 42 പറയുന്നത് പൊതുവായ ആചാരത്തിന്റെയോ അവകാശത്തിന്റെയോ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ് എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ. എന്താണ് പറയുന്നത്? പൊതുവായ ആചാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെങ്കിൽ അവിടെ കോടതി അഭിപ്രായം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അവര് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ആചാരം അനുഷ്ഠിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തില് അവര് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ആചാരങ്ങൾ ഉണ്ടായിരിക്കും. അത് അവര് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കോടതി എങ്ങനെയാണ് തിരക്കുന്നത്? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എങ്ങനെയാണ് എടുക്കുന്നത്? അത് അനുഷ്ഠിക്കുന്ന ആൾക്കാരല്ലേ, അത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു അവകാശങ്ങൾ, ചില ഒരു ഗ്രാമത്തിന് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഗ്രാമത്തിൽ ഒരു പൊതു കിണറുണ്ടെന്ന് വിചാരിക്കാം. അവര് വർഷങ്ങളായിട്ട് അവരെല്ലാവരും ആ ഒരു കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അത് ആരുടെയും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഒരു വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്നുള്ള വെള്ളം എടുത്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ അവിടെ എന്താണ്? ആ ഒരു പൊതു അവകാശത്തിനായിരിക്കും അവിടെ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് അത് പൊതു കിണറൊന്നുമല്ല എന്ന് അഭിപ്രായം പെടുന്ന സമയത്ത് അവിടെ എന്താണ്? മൊത്തം ജനങ്ങളുടെയും അവകാശങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനാണ് എന്ത് ചെയ്യുക? മുൻതൂക്കം കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് മറ്റുള്ള അഭിപ്രായങ്ങൾ പ്രസക്തമാകുന്ന കേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആചാരത്തിന്റെ കേസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു പൊതുവായിട്ടൊരു അവകാശം ഉണ്ടെങ്കിൽ അവിടേക്ക് എന്താണ് അഭിപ്രായം? കോടതി മറ്റുള്ളവരുടെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുക. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഇത്? സെക്ഷൻ 42 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സെക്ഷൻ 43 43ഉം ഇതേപോലെ തന്നെയാണ്. അതായത് എന്ത് അഭിപ്രായങ്ങളാണ്? എന്തെങ്കിലും ഒരു വഴക്കങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളാണ്. ഇപ്പൊ വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കീഴ്വഴക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തേടുന്ന കേസാണ്. അപ്പൊ ഇവിടെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. ജനനീകായത്തിന്റെയോ കുടുംബത്തിന്റെയോ വഴക്കങ്ങളെയും സിദ്ധാന്തങ്ങളെയും കുറിച്ചിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജനനീകായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാളുടെ ശരീരം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാള് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് കരുതുക. അപ്പൊ ട്രെയിൻ തട്ടി മരിച്ച സമയത്ത് അയാളുടെ ID കാർഡൊക്കെ വെച്ചിട്ട് അത് ഇയാളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അത് അയാളുടെ ശരീരം തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് കോടതിക്ക് സ്വയം ഉറപ്പിക്കാൻ പറ്റില്ല.
അവിടെ എന്ത് ചെയ്യണം, ആ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് ആ ബോഡി തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ആ ബോഡി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ ഫാമിലിത്തെ ആൾക്കാരെ വിളിക്കും. അപ്പൊ ആ സമയത്ത് അവരുടെ അഭിപ്രായത്തിനാണ് എന്ത് മുൻതൂക്കം എന്ന് പറയുന്നത്. ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആള് ഇതിന്റെ മകനാണ് അല്ലെങ്കിൽ ഇതിന്റെ മകളാണ് അല്ലെങ്കിൽ ഇതിന്റെ അച്ഛനാണ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അവരുടെ ശരീരം അല്ലെ, ജനനി കായം, കായം എന്ന് പറഞ്ഞാൽ എന്താ, ശരീരമാണ്. ആ ശരീരം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവരുടെ അഭിപ്രായത്തിനാണ് എന്ത് ചെയ്യുന്നത്, റെലവെന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മതസ്ഥാപനത്തിന്റെയോ ധർമ്മസ്ഥാപനത്തിന്റെയോ ഘടനയോ ഭരണത്തെയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തേടുന്ന സമയത്ത്, ഇപ്പൊ ഇതൊരു മതസ്ഥാപനം അല്ലെങ്കിൽ ഒരു ധർമ്മസ്ഥാപനമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ ഘടന അല്ലെങ്കിൽ അതിന്റെ ഭരണം എന്നൊക്കെ പറയുന്നത് അത് നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ അത് വർഷങ്ങളായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ അഭിപ്രായങ്ങളായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രത്യേക ജില്ലകളിലോ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന വാക്കുകളുടെയോ പ്രയോഗങ്ങളുടെയോ അർത്ഥത്തെ കുറിച്ചിട്ട്. അതായത് ഇപ്പൊ പ്രത്യേക ജില്ലകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയില്ലേ, നമ്മുടെ ഈ ഒരു 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാലും പല ജില്ലകളിലും അവരുടെ സംസാര രീതികൾ വ്യത്യസ്തമാണ്. പല വാക്കുകളും അവരുടെ സംഭാഷണ രീതികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ അതിന്റെ അർത്ഥത്തെ കുറിച്ചിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അവിടെ അഭിപ്രായം എടുക്കുന്നത് എങ്ങനെയാണ്, അവരുടെ അഭിപ്രായമാണ് എടുക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം എടുക്കുന്നത്, ആ അഭിപ്രായത്തിന് പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 43-ലാണ്. ഓക്കെ, എന്താണ്, വഴക്കങ്ങൾ, എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ മുതലായവയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ 44 കേട്ടോ. 44, 45 കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു BSc തീരും. 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബന്ധുത്വം സംബന്ധിച്ച അഭിപ്രായത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ 4:4 എന്തിനു പറയുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം എപ്പോഴാണ് റെലവെന്റ് ആവുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ 44:4 നമ്മുടെ റിലേഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, റിലേഷൻ അഥവാ ബന്ധുത്വത്തെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായവും എപ്പോഴാണ് പ്രസക്തമാകുന്നത്, റെലവെന്റ് ആവുന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു ഫാമിലിയിലെ ഒരു ഭാര്യയും ഭർത്താവും എന്ന് വിചാരിക്കാം. അപ്പൊ അവരുടെ ആ ഒരു റിലേഷനെ കുറിച്ചിട്ട് അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരോടായിരിക്കും ചോദിക്കുക അല്ലെ. ഇപ്പൊ അവരെ എടുത്ത് നിൽക്കുന്ന അവരുടെ ബന്ധുക്കളോട് പറയാം, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നതായിരിക്കും, അവർ വർഷങ്ങളായിട്ട് ഭാര്യയും ഭർത്താക്കന്മാരായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരിങ്ങനെയാണെന്നുള്ള രീതി അവരുടെ അഭിപ്രായമാണ് എടുക്കുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 44 എന്ന് പറയുന്നത് ഒരാള് മറ്റൊരാളുമായിട്ടുള്ള റിലേഷനെ സംബന്ധിച്ച അഭിപ്രായം എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടായിരിക്കും എടുക്കുക എന്ന് പറയുന്നതാണ് ഇത് സെക്ഷൻ 44. ഓർത്തു വെച്ചേക്കുക, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അഥവാ ബന്ധുത്വവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ എപ്പോഴാണ് റെലവെന്റ് ആയിട്ടുള്ളത് എന്നതാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 44 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് സെക്ഷൻ ആണ്, സെക്ഷൻ 45 എന്ന് പറയുന്നത്. 45 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെ. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞു, അഭിപ്രായങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് ഓരോ കോടതിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്ന പല സിറ്റുവേഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ ഓരോരോ സിറ്റുവേഷനുകളാണ്. അപ്പൊ ആ സമയത്ത് ഓരോ അഭിപ്രായത്തിനും കാരണങ്ങളും എന്തായിരിക്കണം, പ്രസക്തമായിരിക്കണം. അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് കാര്യമില്ല, അതെന്തായിരിക്കണം, അത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇപ്പം നമ്മളിപ്പോ പറയുന്ന സമയത്ത് ആ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളും എന്തായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം അല്ലെ. ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായത്തിനോട് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അതായത് ജസ്റ്റ് അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരാ, അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദഗ്ധന് തന്റെ അഭിപ്രായം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണങ്ങളുടെ ഒരു വിവരണം നൽകാവുന്നതാണ്. ഇപ്പൊ ഒരു വിദഗ്ധൻ അയാളുടെ അഭിപ്രായം പറയുന്ന സമയത്ത് ആ അഭിപ്രായം ജസ്റ്റ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ ആ അഭിപ്രായം ഒരു വിദഗ്ധനായതുകൊണ്ട് തന്നെ അതിന്റെ അഭിപ്രായം അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിലൂടെയാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ ആ ഒരു പരീക്ഷണം വിവരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ആ അഭിപ്രായം റെലവെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അതായത് എന്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള കാരണങ്ങളും എപ്പോഴും എന്താണ്, പ്രസക്തമായിരിക്കണം എന്നതാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 45 പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ BScയിലുള്ള സെക്ഷനുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകൾ. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സെക്ഷനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലാസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ 45.
ഓക്കെ, അപ്പം വലിയ പാടൊന്നുമില്ല നമുക്ക് പഠിക്കാൻ. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്ര നമുക്കിതിൽ വർഷങ്ങളോ അല്ലെങ്കിൽ ശിക്ഷകളെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓരോ സെക്ഷനുകളും എന്ത് ചെയ്യുക, കുറച്ചിങ്ങനെ ഇതേ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഓക്കെ, കാണാപ്പാട് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ വായിച്ച് പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് അത് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അത് എഴുതി വെച്ചിട്ട് അതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ തന്നെ ഈ ഒരു ഭാഗം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.